ഹായ് കൂട്ടുകാരെ, ഷെൽവീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇത് വെളിച്ചെണ്ണയാണ്. നമ്മളെ വീട്ടിൽ നമ്മൾ തേങ്ങാപ്പാലെടുത്തിട്ട് നമ്മൾ ഉരുക്കിയെടുക്കുന്ന വെളിച്ചെണ്ണയാണിത്. അടിപൊളി വെളിച്ചെണ്ണയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഈ വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നമുക്ക് പോവാം വീഡിയോയിലേക്ക്. നമ്മളൊരു 5 നാളികേരം എടുത്തിട്ടുണ്ട്. ഈ നാളികേരം വലുതുമല്ല ചെറുതുമല്ല, ഒരു മീഡിയം ടൈപ്പാണ് കേട്ടോ. നമുക്കിതൊന്ന് ചിരവി എടുത്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ നമ്മളിന്ന് ഉടച്ചെടുത്തപ്പം 2 കിലോ ഉണ്ട്. ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. നമ്മൾ നാളികേരം അതേ അടിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ പാലെടുക്കണം. നമുക്കിതിൽ കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അധികം വെള്ളം ഒഴിച്ച് പിഴിയണ്ട കേട്ടോ. നമ്മൾ 1/4 പാൽ മാത്രം എടുക്കുന്നുള്ളൂ. ചൂടുവെള്ളം ഒഴിച്ച് പിഴിയുന്നുണ്ട് അതിൻ്റെ എല്ലാ പാലും നമുക്ക് കിട്ടും കേട്ടോ. ചെറിയൊരു ചൂട് നമ്മുടെ തേങ്ങയിൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പാൽ കിട്ടും. ഇതൊന്ന് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ നമ്മൾ തേങ്ങയുടെ പാലൊക്കെ പിഴിഞ്ഞെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരുപാട് വെള്ളം ഒഴിക്കരുത് കേട്ടോ. വെള്ളം ഒഴിച്ചാൽ നമുക്ക് വറ്റി വരാൻ ഒരുപാട് സമയം വേണം. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ചൂടുവെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് പിഴിഞ്ഞെടുക്കാനായിട്ട്. ചൂടുവെള്ളം ഒഴിച്ച് പിഴിയുമ്പം നന്നായിട്ട് നമുക്ക് പാൽ കിട്ടുന്നതാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ വെളിച്ചെണ്ണ എങ്ങനെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും, അതാണ് നമ്മുടെ വീഡിയോ. നമ്മൾ ഈ ഇരുമ്പിൻ്റെ ചട്ടിയിലേക്കാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. പണ്ടൊക്കെ നമ്മൾ ഇങ്ങനെ തന്നെയാണ് ചെയ്തിരുന്നത്. നമ്മൾ അടുപ്പിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. സ്റ്റൗവിൽ കുറേ നേരം പിടിക്കില്ലേ, അത് കാരണം കൊണ്ട് നമ്മൾ ഗ്യാസ് കുറേ പോകും. അപ്പോൾ നമ്മൾ പുറത്തിങ്ങനെ അടുപ്പൊക്കെ കൂട്ടി അല്ലെങ്കിൽ വീട്ടിൽ അടുപ്പുണ്ടെങ്കിൽ അതിലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ മതി കേട്ടോ. ഇത് വെള്ളം വറ്റി വരണ്ടേ, അത്രയ്ക്കും നമ്മൾ ഗ്യാസ് പോകും. അപ്പോൾ ഗ്യാസിൽ വെക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഗ്യാസിൽ വെച്ച് ചെയ്തോ, കുഴപ്പമില്ല. നമ്മൾ നന്നായിട്ട് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ഇളക്കി ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി വരുമ്പോഴാണ് ഇതിൻ്റെ വെളിച്ചെണ്ണ നമുക്ക് കിട്ടാം. കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. നമുക്ക് ഇത്രയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ആവാറായി പതുക്കെ ചെറുതായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ വെളിച്ചെണ്ണ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് നമ്മുടെ വീടുകളിലൊക്കെ വെളിച്ചെണ്ണ ഉരുക്കിയെടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ കൊച്ചു കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഈ 2 വശത്തേക്ക് നമുക്കിങ്ങനെ മാറ്റി വയ്ക്കാം കേട്ടോ. എണ്ണ നന്നായിട്ട് തെളിഞ്ഞ് വരട്ടെ. ഈ കൽക്ക നമുക്ക് മാറ്റിയെടുക്കണം. വെളിച്ചെണ്ണ നമ്മുടെ ചൂടാറിയിട്ടുണ്ട് കേട്ടോ. നമുക്കിതിലേക്ക് മാറ്റാം, അരിച്ചെടുക്കാം. നമുക്ക് ചൂടാറിയതാണ്, അത് കാരണം കൊണ്ട് ഇങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ അരിപ്പായതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. ചൂടാണെങ്കിൽ നമ്മൾ സ്റ്റീലിൻ്റെ എടുക്കണം. കോരി ഒഴിക്കാം കേട്ടോ. നമ്മളെല്ലാം കോരി ഒഴിച്ചിട്ടുണ്ട്. ഇത്ര എണ്ണയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതുണ്ടല്ലോ, ഈ കൽക്കം ഇത് നമുക്ക് കഴിക്കാം. നല്ല മധുരമാണ് കേട്ടോ. പിന്നെ അതല്ല, നമുക്ക് കറിയിലൊക്കെ ചേർക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കറിയിൽ നമുക്ക് ചേർക്കാവുന്നതാണിത്. അപ്പോൾ ഒന്ന് അരച്ചെടുത്താൽ മതി. ഒന്നും കൂടി ഒന്ന് പൊടിച്ചെടുത്താൽ നമുക്ക് കറിയിൽ ചേർക്കാം. സാമ്പാറിലോ എന്ത് കറിയിലാണെങ്കിലും നമുക്ക് ചേർക്കാവുന്നതാണ്. അതല്ല വെറുതെ കഴിക്കണമെന്നെങ്കിൽ കഴിക്കാൻ കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഇത് ഇങ്ങനത്തെ വെളിച്ചെണ്ണ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ ചോറൊക്കെ കൊടുക്കില്ലേ, അന്നേരം നമ്മൾ ഉള്ളിയൊക്കെ ഒന്ന് വാട്ടി മുരിയിച്ച് ഈ വെളിച്ചെണ്ണ ഇത്തിരി ഒഴിച്ച് ചോറ് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. അവർക്ക് നന്നായിട്ട് അവർ കഴിക്കുകയും ചെയ്യും. അവർക്ക് കഫക്കെട്ടോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അപ്പം അന്ന് കാലത്ത് കുട്ടികൾക്ക് പനിയൊക്കെ വരാണ്ടിരിക്കാനും ഇങ്ങനത്തെ വെളിച്ചെണ്ണയാണ് തേച്ച് കുളിപ്പിക്കുക. മേത്ത് പെരട്ടാനും ഒക്കെ നല്ല ഇതാണ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഒന്നും അങ്ങനെ ആരും ഉണ്ടാക്കിയെടുക്കാറില്ല. അപ്പോൾ ഞാൻ എല്ലാവർക്കും ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് ഉണ്ടാക്കാനായിട്ട് നല്ല പണിയുണ്ട്. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടമായാൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കമൻറ്റുകളും ലൈക്കും ഒന്ന് ഇട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ടാറ്റാ, ബൈ.